ഹലോ ഗൈസ്, ഇത് ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ കാലിൽ തൊട്ട് വിലാസിനെ ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത തെറ്റിന് മാപ്പ് പറയുക, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിൽ തൊടാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഗീതു ഓടി വരുവാണ് കേട്ടോ. എന്നിട്ട് വിലാസിൻ്റെ കയ്യെ പിടിക്കുന്നുണ്ട്, വേണ്ടമ്മേ എന്ന് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ്റെ മുമ്പിൽ തൊഴുത് ഗീതു ഗോവിന്ദൻ്റെ കാലിൽ പിടിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, എന്തായി കാണിക്കാൻ നിങ്ങൾ രണ്ടുപേരും, ഞാൻ ദൈവമൊന്നുമല്ല, എഴുന്നേക്ക് ഗീതു എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുവാണ്, കണ്ണേട്ടൻ എന്നെ എന്നോട് ഇത് പറയാതിരുന്നേ എന്നൊക്കെ ചോദിച്ച് ഗീതു കരയുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, ഞാനെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകുന്നത്. പക്ഷേ ആൻറ്റീനെ ഇന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും ഇങ്ങനെ അവസ്ഥ എന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞേ, അത് ഞാൻ വിട്ടുപോയി, ഇത് സോറി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗീതുവിനോട് പറയുകയാണ്, ആൻറ്റിക്ക് നിനക്ക് ഫുഡ് വാരി തരണം എന്നല്ലേ പറഞ്ഞത്, നീ ചെന്ന് കഴിക്കുക, ഹോസ്പിറ്റലിലേക്ക് സർജറിയുടെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്, നമുക്ക് നാളെ തന്നെ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും വിലാസിനെ പറയുകയാണ്, വേണ്ട നാളെ വേണ്ട, നാളെ പ്രിയമോളെ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങല്ലേ, ഒരു ചടങ്ങെങ്കിലും നല്ല മനസ്സോടുകൂടി എനിക്ക് പങ്കെടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം വിലാസിന് ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാൽ സർജറിക്ക് പ്രശ്നമായാലോ എന്നോർത്ത് ഗോവിന്ദും ഇതിനോട് പറയുകയാണ്, ശരി നമുക്ക് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം, ഇത്രയും വെയിറ്റ് ചെയ്തതല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു സമ്മതിക്കുകയാണ്. എന്നിട്ട് വിലാസിന് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മോൻ്റെ അച്ഛനെ അത്രയും ചെയ്തിട്ടും മോൻ എന്നെ എങ്ങനെയാണ് നോക്കിയതെന്ന് എനിക്കറിയാം, മോനൊന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്ന കാശ് കുറച്ച് ഞാൻ ദൂരത്തടിച്ച് പോയി, ചിലവായിപ്പോയി, എന്നാൽ ബാക്കി കാശെന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിലോട്ട് തിരിച്ചു കൊടുക്കുക, ഇനി എനിക്ക് എന്തിനാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, വേണ്ട അത് അമ്മ തന്നെ വെച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന വിലാസിനി ഗീതുവിന് ചോറ് വാരി കൊടുക്കുകയാണ്. ഗീതു പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. മോൾക്ക് ഒരിക്കലും അമ്മയ്ക്ക് ഇങ്ങനെ വാരിത്തരാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ്. ഇത് കണ്ടുകൊണ്ട് രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വിലാസിന് പറയുന്നത്, ഞാൻ നിൽക്കുന്ന കണ്ടില്ല, അതുപോലെ നിൽക്കുക, അല്ലെങ്കിൽ ഇവർക്കൊക്കെ മനസ്സിലാവും, എല്ലാവരും അറിയും എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു ചെറിയ നമ്പർ ഇടും, മോള് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ എനിക്കെന്തോ മാറ്റം ഉണ്ടെന്നൊക്കെ അവർ പറയുമെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിലാസിന് ഇറങ്ങാൻ നേരത്ത് കുറച്ച് കാശിങ്ങനെ പേഴ്സിലൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ, ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, കാശ് മേടിക്കാൻ വന്നതെന്നുള്ള രീതിയിൽ. എന്നിട്ട് പോകാൻ നേരത്ത് ഇങ്ങനെ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതുവിന് ഇതെല്ലാം കണ്ട് സങ്കടം വന്ന് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട്, വേണമെങ്കിൽ പ്രിയമോളെ അവിടെ തന്നെ നിർത്താൻ വേണ്ടി മാമനോട് ചോദിക്കാൻ വന്നതായിരിക്കും, അതിന് കാശ് കമ്മീഷനായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നാലും രേഖയ്ക്ക് അതൊന്നും വിശ്വാസമാകുന്നില്ല. രേഖ പറയുന്നൊന്നും മിണ്ടാ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറയാം രേഖച്ചി എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് മുറി പോയിരുന്ന് കരയുവാണ് ഗീതു. ആ സമയം നമ്മുടെ ഗോവിന്ദ് വന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയും, സാരമില്ല, നിന്നെ ഒരിക്കലും നിൻ്റെ അമ്മ ഒരു മകളായിട്ട് പോലും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പം ഗീതു പറയാണ്, ശരിയാക്കണേട്ടാ, ഒരിക്കലും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല, ഞാനാണെങ്കിൽ പോലും ഇങ്ങനൊരു അമ്മ എനിക്ക് എന്തിനാ തന്നേന്ന് ഓർത്ത് ഒരുപാട് സ്വയം പറഞ്ഞ് ദുഃഖിച്ചിട്ടുണ്ട്, എന്നെ തന്നെ ഞാൻ ശപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ എനിക്കിപ്പം അതൊക്കെ ഓർത്ത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ് കേട്ടോ. ഗോവിന്ദൻ്റെ മേത്ത് കിടന്ന് ഗോവിന്ദ് ഗീതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, എന്തേലും ചാൻസ് ഉണ്ടോ സർജറി വിജയിക്കാൻ, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, നമുക്ക് കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, നമുക്കുള്ളതെല്ലാം നമുക്ക് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാം, പക്ഷേ അതിനൊക്കെ മുകളിൽ തീരുമാനം എടുക്കുന്ന ദൈവമാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലാവുകയാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടോ. ഗീതു പൊട്ടി കരയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചതല്ലേ നടക്കുവാണ്. അപ്പോൾ വരുൺ അങ്ങ് വരുമ്പോൾ പറയുന്നുണ്ട്, നാളെ ഇനി അവൾ എന്താണോ ചോദിക്കാൻ പോകുന്നതെന്ന് വരുമ്പോൾ വരുൺ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എന്തായാലും ചാവാനൊന്നും പറയത്തില്ല, നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറയുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ, ഏത് നേരത്താണ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് വരുണും ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഗോവിന്ദേട്ടനെ കൊന്ന് ജീവൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കുമെന്ന് പറഞ്ഞു, ഇനി അത് ഗോവിന്ദേട്ടനെങ്ങനെ അവളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോകുക, രേഖേനെ മുൻനിർത്തി ഒരു നീക്കം നോക്കാം, അങ്ങനെ മാത്രമേ എനിക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ പോലും നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ രേഖയുടെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ രേഖയ്ക്ക് മനസ്സിലാവുകയാണ് വരുൺ റൂമിലോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിയ പോലെ അവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോഴേക്ക് വരുൺ വന്നിട്ട് രേഖയെ തട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേഖ പയ്യെ കണ്ണു വന്നിട്ട്, ഞാൻ ഉറങ്ങി, നാളെ പ്രിയമോളെ കൂട്ടാൻ പോകണ്ടല്ലോ, ക്ഷീണമാണെന്ന് പറയുകയാണ്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു അരമണിക്കൂർ മനസ്സ് തുറന്ന് സംസാരിക്കാനായിരുന്നു പറയുമ്പോൾ രേഖ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നാളെ പോയിട്ട് വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ എപ്പോഴും വിശ്വാസമില്ല അല്ലേ എന്ന് പറയും, അതല്ല എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ രേഖ കിടക്കുവാണ് കേട്ടോ. വരുണിന് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പ്ലാൻ പൊളിഞ്ഞതിൻ്റെ. എന്നാലും വരുൺ പോയി ലൈറ്റ് ഓഫ് ആക്കിയിട്ട്
വരുണും വന്ന് അപ്പുറം കയറി കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് രേഖ ഉറങ്ങിയിട്ടില്ല. രേഖ കണ്ണു തുറന്ന് ഇങ്ങനെ വരുണ് കിടന്നോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.